കുറേ പറഞ്ഞതാണ് ആശംസകൾ. പെരുന്നാൾ കഴിഞ്ഞു. ദേ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വസ്ത്രധാരണമാണ് തലയിൽ തട്ടമിട്ട സുന്ദരി. അപ്പോൾ തലയിൽ തട്ടമിട്ട ഒരു സുന്ദരിയെ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഒപ്പം മൊത്തയിട്ടൊരു സുന്ദരിയെയും. കുറച്ച് തള്ളായിപ്പോയില്ലേ ദീദയുടെ എന്ന് തോന്നുന്നില്ലേ? നമുക്കിഷ്ടപ്പെട്ടതൊക്കെ ഇഷ്ടപ്പെട്ടതുപോലെയൊക്കെ ഒരുങ്ങണം, ജീവിക്കണം അല്ലേ? അപ്പോൾ പെരുന്നാളായിട്ട് ഒരു സന്തോഷങ്ങളുമില്ല എങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ കാക്കച്ചിക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണം. പെരുന്നാളായിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും കാക്കച്ചിക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണം. ഈ വീട്ടിൽ നിന്നിട്ട് ഒരാഘോഷവും നടത്തേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണങ്ങൾ ഒരുപാടാണ്. മാനസികമായിട്ടുള്ള സന്തോഷമില്ല, പിന്നെ നമ്മുടെ വീട് വയ്പ്പിൻ്റെ ഒന്നും ആയിട്ടില്ലാത്ത വിഷമമുണ്ട്. അപ്പോൾ വീട് വയ്ക്കണം. അപ്പോൾ അതൊക്കെ ഒരു വലിയ വേദനകളാണ്. അതിനിടയ്ക്കാണ് നമ്മുടെ പെരുന്നാൾ വന്നത്. സത്യം പറഞ്ഞാൽ പുതുവസ്ത്രം പോലും എടുക്കാതെ ഒരു പെരുന്നാൾ കാക്കച്ചിക്ക്. അപ്പോൾ അത് വലിയ വിഷമം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 1 മണിക്കൂർ കൂടുതൽ ചിക്കൻ പുരട്ടി വെച്ചതാണ് കേട്ടോ. മല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, കാശ്മീരി മുളക് പൊടി, പെരിഞ്ജീരകം ഞാൻ പറഞ്ഞല്ലോ, മല്ലിയില, അങ്ങനെ എല്ലാം കൂടി ചേർത്ത്, കുരുമുളക് എല്ലാം കൂടി ചേർത്ത് അരച്ച് 1 മണിക്കൂർ വെച്ചു. എന്നിട്ട് വെള്ളം വെച്ച് കൊടുത്തു, ഉപ്പിട്ടു, കുരുമുളക് ഇട്ടു, വലിയ നാരങ്ങ ഉണങ്ങിയതിട്ടു, ചെറിയ നാരങ്ങ ഉണങ്ങിയതിട്ടു, പിന്നെ കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തു. വെള്ളം തിളച്ച് വന്നു. അരി 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. സെല്ല റൈസാണ് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു മന്തി ഉണ്ടാക്കി കൊടുക്കാം കാക്കച്ചിക്ക് സ്പെഷ്യലാക്കി എന്നൊക്കെ വിചാരിച്ചു. കാക്കച്ചിക്കെല്ലാം അമ്മൂനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അമ്മൂന് സ്പെഷ്യലാക്കി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ അമ്മൂന് ഞാൻ പറഞ്ഞു, മക്കളെ നമുക്ക് ഒരു ആഘോഷത്തിൻ്റെ മൂഡില്ല, ഒരു സന്തോഷമില്ല, എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അവളോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അതൊക്കെ ഉണ്ട്, പറയാം. മാനസികമായിട്ട് സന്തോഷം ഉണ്ടാവണ്ടേ? ഇപ്പം ആൾക്കാർ പറയുവേ ഇതൊക്കെ പറ്റുമോ, ബുദ്ധിമുട്ടാണെന്ന് പറയുമല്ലോ. ഞാൻ എപ്പോഴും പറയുന്നു, ആഹാരത്തിന് നമുക്ക് പ്രശ്നമില്ല, ആഹാരം കഴിക്കുന്നുണ്ട്. 85% ആയപ്പോഴത്തേക്കും കോരി മാറ്റി. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് കൊടുത്തിട്ട് ഒരു കൈത്താകുന്ന പേരിലാണ് നമ്മൾ ആ ഒരു പ്ലാനൊക്കെ വെച്ചത്. അങ്ങനെ കുറേ പേര് സഹകരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്കൊന്നും ആയിട്ടില്ല. അതിലേക്കൊരു കല്ല് വയ്ക്കാൻ, അപ്പോൾ ആ രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഇതെടുത്ത് അതിൽ 2 സവാള, 1 ക്യാപ്സിക്കം, സൺഫ്ലവറൊക്കെ ഒഴിച്ച് ചിക്കനിലൊഴിച്ച് അടുപ്പിലോട്ട് വെക്കാനായിട്ട് പോകാൻ കേട്ടോ. ഇനി തീ വയ്ക്കും കേട്ടോ. നമുക്കിതിലേക്കൊരു ചിക്കൻ ക്യൂബ് കൂടി ഇടണം. ചിക്കൻ ക്യൂബ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വെക്കുകയാണ്. നാടൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഈ റെസിപ്പി ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നവർക്ക്, ഞാൻ വ്യത്യസ്തമായി കൂടെയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ, എൻ്റെ ഒരു ഇഷ്ടത്തിന്. അപ്പോൾ അത് വെന്തു, 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെന്തു. അപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ചോറിട്ട് കൊടുത്തു. ചോറ് ഇങ്ങനെ ഇട്ട് നിരത്തി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 25 മിനിറ്റ് അങ്ങനെ വെച്ച് വേവിച്ചു. ഒരു മീഡിയം തീയിൽ വെച്ച് വേവിച്ചു. തിരിച്ച് പറിച്ചു വിട്ട് വേവിച്ചു. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചോറ് കോരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പ്രതിസന്ധികൾ മാറണമെന്ന് പറയുന്നത് സ്വന്തമായൊരു വീടെന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കുകയെ അത്ഭുതം നടക്കണമെന്ന്. ഞാൻ പല ആൾക്കാർക്കും വീടില്ല എന്നവരുടെ വിഷമം കാണുമ്പോൾ ഞാൻ അത് ഷെയർ ചെയ്യുകയും അവർക്ക് പിന്നെ വീട് കിട്ടുമ്പോൾ ഞാൻ സന്തോഷപൂർവ്വം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ പലരും നമ്മുടെ ഒരു കാര്യം വന്നപ്പോൾ എങ്ങനെയാണത് നോക്കിക്കാണുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് വെച്ച് കൊടുത്തു, കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ച് കൊടുത്തു, കുറച്ച് കാശ്മീരി പൊടി കൂടി കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് വെച്ച് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് മറ്റേ സംഭവം ഉണ്ടല്ലോ നമ്മുടെ പുക വറ്റാനായിട്ട്, അതും വെച്ചു. അതിൻ്റെ മണ്ടയിലൊരു സംഭവം എടുത്ത് വെച്ചു, നമ്മുടെ ഇടികല്ലും എടുത്ത് വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നപ്പോൾ തീ വെച്ച് കൊടുത്തേ 15 മിനിറ്റ്. എന്നിട്ട് വെച്ചിട്ടാണ് പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നത് കേട്ടോ. അപ്പോൾ തുറന്നതാണ് കാണിച്ചത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ പച്ചവളമൊക്കെ എടുത്ത് അതിൽ നിന്ന് മാറ്റി കുറച്ച് നമുക്ക് ചോറ് വാരി ഒരു പ്ലേറ്റിലോട്ട് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ, അല്ലാതെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ, നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിക്കോളൂ. ഞങ്ങളെ ഇഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടം എന്ന് കൂടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഴയൊക്കെ ഉണ്ടോ? നല്ലൊരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ
റഹീം നാട്ടിൽ വന്നതാണ് കേട്ടോ. കുറേ പേര് പറയുന്നേ കൊന്നിട്ട് വന്നതല്ലേ പിന്നെന്തിനാണ് അങ്ങനെയൊക്കെ. എനിക്ക് സത്യമായിട്ട് സങ്കടം വന്നേ. അബദ്ധത്തിൽ ആർക്കും എന്നും സംഭവിക്കാം അല്ലേ, നമുക്ക് സംഭവിക്കാം. ആൾക്കാർ മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാം കേട്ടോ. മസാലയൊക്കെ ഇങ്ങനെ പുരട്ടി ചിക്കൻ കോരി തിരിച്ച് വെച്ച് മറിച്ച് വെച്ചു, അങ്ങനെയൊക്കെ എടുത്തതേ നമ്മൾ വിളമ്പി വെച്ച് കേട്ടോ. വിളമ്പി വെച്ചു. നമ്മളുടേതല്ല എന്നൊരു തോന്നലുണ്ട് കേട്ടോ പല കാര്യത്തിലും. അതാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ചമ്മന്തി കൂടി ഉണ്ടാക്കി. ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. ചമ്മന്തി എന്ന് പറഞ്ഞാൽ അതിൽ തേങ്ങ, കടല, പൊരിക്കടല, പിന്നെ മല്ലിയില, പച്ചമുളക്, ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ട് അരച്ച് പിന്നെ കടുക് പൊട്ടിച്ചെടുത്തതാണ് ചമ്മന്തി കേട്ടോ. ചമ്മന്തി മിൻ ലൈമും കൂടെ ഉണ്ടാക്കി അമ്മു. പിന്നെ ഇതാണ് ചമ്മന്തി. ഇതാണ് മയോണൈസ്. മയോണൈസ് നമ്മൾ തന്നെ മുട്ട പുഴുങ്ങി സൺഫ്ലവറും മുട്ടയും വെളുത്തുള്ളിയും വിനാഗിരിയും കൂടി ചേർന്ന് അടിച്ചടിച്ചെടുത്തതാണ് മയോണൈസ് കേട്ടോ. മയോണൈസ് അല്ലാതെ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതി. ഇപ്പം നമ്മുടെ നാരങ്ങാച്ചാർ, ഇന്നലെ ഉണ്ടാക്കിയ നാരങ്ങാച്ചാറാണ് അതിലേക്ക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നാരങ്ങാച്ചാറും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മന്തി ലവറും ബിരിയാണി ലവറും ഒന്നും അല്ല, പക്ഷെ മന്തി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മയോണൈസ് വെച്ച് കൊടുത്തു കേട്ടോ. കാക്കച്ചിക്ക് മയോണൈസും ഒന്നും ഇഷ്ടമല്ല. കാക്കച്ചി പറയുന്നത് ഇതൊന്നും കഴിക്കരുതെന്നാണ്. ഞാൻ പറയുന്നത് ഈ ആൾക്കാർ പലരും ഉണ്ട്, പലരും ചില സാധനങ്ങൾ കഴിക്കത്തില്ല, എന്നിട്ട് പറയും വേറുള്ള സാധനങ്ങൾ എടുക്കും. അതിനൊക്കെ ഞാൻ വിശദീകരണം തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നമ്മളത് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത്. നിങ്ങളും അപ്പോൾ ആഘോഷിച്ചെന്ന് കരുതുന്നു. ഒരുപാട് ഇഷ്ടത്തോടെ സ്വന്തം ദീജ.